Hi everyone, I am Akhila. I am a practicing Chartered Accountant, Matralla, Lawyer faculty in Gudayana. So you are watching this video means after your plus 2 exam, നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ ആരാവണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചില പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട് അല്ലേ? ആ ഒരു തോട്ട് പ്രോസസ്സിൽ എവിടെയോ നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്ന ആ ഒരു രണ്ട് വേർഡ്സിൽ ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് നിന്നിട്ടുമുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അല്ലേ? സോ യു ആർ ലുക്കിംഗ് ഫോർവേഡ് ടു എ ഗ്രേറ്റ് ഫ്യൂച്ചർ. സോ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ഒരു CA സ്റ്റുഡൻറ്റ് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ദാറ്റ് ഇൻക്ലൂഡ്സ് എന്താണ് ശരിക്കും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ജോബ് റോൾസ്, എത്രത്തോളം വർഷം നിങ്ങൾ ഈ കോഴ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, എന്തൊക്കെ പേർപ്പസ് ആയിരിക്കും നിങ്ങൾ കവർ ചെയ്യുന്നത്, ഈ വക കാര്യങ്ങളായിരിക്കും. എന്താണ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്? ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അവരുടെ ഫിനാൻഷ്യൽ ആൻഡ് ടാക്സേഷൻ പ്രോബ്ലത്തിനെല്ലാം ഉള്ള ഒരു സൊല്യൂഷനാണ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നത്. ബിക്കമിങ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് മീൻസ് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് ഓഫ് ഇന്ത്യ അഥവാ ICAIയുടെ ഒരു മെമ്പറായി മാറുകയാണ്. ഈ ഒരു മെമ്പർഷിപ്പിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ടിൽ വൈഡ് വെറൈറ്റീസ് ഓഫ് ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. അതായത് ഒരു COP എടുക്കുക, സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഓഡിറ്റിംഗ്, ടാക്സേഷൻ പോലുള്ള വർക്കുകളുമായിട്ട് സ്വന്തമായിട്ട് ഫേമോ ഇൻഡിവിജ്വലിയോ ഇരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ എന്നെ പോലെ ഒരു ഫാക്കൽറ്റി എന്നൊരു ഓപ്ഷൻ നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട്. അതുമല്ലെങ്കിൽ നിങ്ങൾ എംപ്ലോയ്മെൻ്റ് ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു വൈഡ് വെറൈറ്റീസ് തന്നെ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ലൈക്ക് ഒരു ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, ഫിനാൻസ് മാനേജർ, ഫിനാൻസ് കൺട്രോളർ, അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര ജോബ് റോളുകൾ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അവൻ്റെ ലൈഫിൽ നിന്ന് എത്ര വർഷം ഒരു പർട്ടിക്കുലർ കോഴ്സിന് വേണ്ടി അവൻ മാറ്റി വെക്കേണ്ടി വരും എന്നുള്ളത്. 5 വർഷത്തോളം എടുക്കുന്ന ഒരു കോഴ്സാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി. പക്ഷേ നിങ്ങൾ സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ കോഴ്സിനൊപ്പം തന്നെ നിങ്ങൾക്ക് BCom, MCom തുടങ്ങിയ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ICAI CA കോഴ്സിനെ 4 ലെവലുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് CA ഫൗണ്ടേഷൻ, പിന്നീട് CA ഇൻ്റർ, ദെൻ ആർട്ടിക്കിൾഷിപ്പ്, ദെൻ CA ഫൈനൽ. CA ഫൗണ്ടേഷൻ ലെവലിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 4 പേപ്പറുകളാണ്. അക്കൗണ്ടൻസി, ബിസിനസ് ലോ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ബിസിനസ് എക്കണോമിക്സ്. ഈ 4 പേപ്പറിൽ മൂന്നാമത്തെ പേപ്പറായിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാത്സ്, ലോജിക്കൽ റീസണിങ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ 3 പേപ്പറിൻ്റെ കൺസോൾട്ടേഷൻ ആയിരിക്കും. 6 പേപ്പറുകളാണ് CA ഇൻ്റർ ലെവലിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. 2 ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിലും 3 പേപ്പറുകൾ വീതം. അഡ്വാൻസ് അക്കൗണ്ടിങ്, കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ്, ടാക്സേഷൻ, അതിൽ തന്നെ ഇൻകം ടാക്സ് ലോസും GSTയും. ഇങ്ങനെയായിരിക്കും ഗ്രൂപ്പ് 1-ൽ പേപ്പേഴ്സ് ഉണ്ടാവുക. ഗ്രൂപ്പ് 2-ലേക്ക് വരുമ്പോൾ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ഇതാണ് ഇൻ്റർമീഡിയറ്റ് ലെവലിൽ പഠിക്കാനുള്ള 6 പേപ്പറുകൾ. CA ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്ന സെക്കൻഡ് ലെവലിന് ശേഷം നിങ്ങൾ പോകുന്നത് ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്ന 2 ഇയർ പ്രാക്ടിക്കൽ ട്രെയിനിങ് സെഷനിലേക്കായിരിക്കും. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ അണ്ടറിൽ നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങും. ബട്ട് ഇവിടെ പ്രാക്ടിക്കൽ ട്രെയിനിങ് മാത്രമല്ല, നിങ്ങൾ 4 സെൽഫ് പേസ്ഡ് ഓൺലൈൻ മൊഡ്യൂൾസും കൂടെ ഈ ഒരു പീരീഡിൽ കംപ്ലീറ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. അതിൽ വരിക സെറ്റ് ABCD. സെറ്റ് എയും ബിയും കമ്പൽസറി പേപ്പറുകളും സെറ്റ് സിയിലും ഡിയിലും ഓപ്ഷണൽ പേപ്പറുകളുമായിരിക്കും നിങ്ങൾ എഴുതിയെടുക്കേണ്ടത്. ഈ പേപ്പറുകൾ നിങ്ങളുടെ കൺവീനിയൻസിന് ഓൺ ഡിമാൻഡ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഈ പേപ്പറിലുള്ള സബ്ജക്റ്റുകൾ സെറ്റ് എ കോർപ്പറേറ്റ് ആൻഡ് എക്കണോമിക് ലോസ്, സെറ്റ് ബി സ്ട്രാറ്റജിക് കോസ്റ്റ് ആൻഡ് പെർഫോമൻസ് മാനേജ്മെൻറ്റ്, സെറ്റ് സിയിൽ 9 ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പർ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതിൽ ഇൻക്ലൂസീവ് ആയിട്ടുള്ളത് റിസ്ക് മാനേജ്മെൻറ്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ്, പബ്ലിക് ഫിനാൻസ് ആൻഡ് ഗവൺമെൻറ് അക്കൗണ്ടിംഗ്, Insolvency and Bankruptcy Code, International Taxation, Arbitration and Conciliation Act, Forensic Accounting, Financial Services and Capital Market, Forex and Treasury Management എന്നിവയാണ്. സെറ്റ് ഡിയിലേക്ക് വരുമ്പോൾ 4 പേപ്പറുകളിൽ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, സൈക്കോളജി ആൻഡ് ഫിലോസഫി, എന്റർപ്രണർഷിപ്പ് ആൻഡ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം, ഡിജിറ്റൽ എക്കോസിസ്റ്റം ആൻഡ് കൺട്രോൾസ്. ആർട്ടിക്കിൾഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് 6 മാസത്തിന് ശേഷമായിരിക്കും നിങ്ങൾ CA ഫൈനൽ എക്സാം എഴുതുന്നുള്ളത്. ഇന്റർമീഡിയറ്റ് ലെവലിൽ കണ്ടതുപോലെ തന്നെ 2 ഗ്രൂപ്പുകൾ, 6 പേപ്പറുകൾ, അതാണ് CA ഫൈനലിലും നിങ്ങൾ എഴുതേണ്ടത്. പേപ്പർ 1 ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, പേപ്പർ 2 അഡ്വാൻസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, പേപ്പർ 3 അഡ്വാൻസ് ഓഡിറ്റിംഗ്, അഷുറൻസ് ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ്. ഇത് 3ഉം ഒന്നാമത്തെ ഗ്രൂപ്പിലും. ദെൻ ഡയറക്ട് ടാക്സ് ലോസ് ആൻഡ് ഇന്റർനാഷണൽ ടാക്സേഷൻ, ഇൻഡയറക്ട് ടാക്സ് ലോസ്. പിന്നെ 6ാമത്തെ പേപ്പറായി ഒരു ഇൻ്റഗ്രേറ്റഡ് ബിസിനസ് സൊല്യൂഷൻസ്. അതൊരു മൾട്ടി ഡിസിപ്ലിനറി കേസ് സ്റ്റഡി പേപ്പർ ആയിരിക്കും. ഡിഫറെൻറ്റ് സബ്ജക്ട്സിൽ വരുന്ന കേസ് സ്റ്റഡീസസ് ആയിരിക്കും നിങ്ങൾ അതിൽ കവർ ചെയ്യുന്നുണ്ടാവുക.
ആണോ ഞാൻ കുറച്ച് കട്ടിയുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിച്ചിട്ടുണ്ടാകും. ബട്ട് ഡോൺ വെറി, ഈ കട്ടിയുള്ള സബ്ജക്റ്റുകളെല്ലാം അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ ആ കോൺസെപ്റ്റ് ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഫാക്കൽറ്റീസിനെ തന്നെയാണ് ട്രിപ്പിൾ ഐ നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫാക്കൽറ്റീസ് മാത്രമല്ല, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സ്റ്റഡി അറ്റ്മോസ്ഫിയർ, അതുകൂടാതെ നിങ്ങൾ പഠിച്ചത് റിവൈസ് ചെയ്യാൻ വേണ്ടിയുള്ള വർക്ക് ബുക്കുകൾ, കോൺസെപ്റ്റ് ക്ലാരിറ്റി ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള മോക്ക് എക്സാംസുകൾ, യൂണിറ്റ് എക്സാംസുകൾ, ഇതെല്ലാമായിട്ട് ട്രിപ്പിൾ ഐ വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ ഈ ഹാപ്പി ജേർണിയിൽ നിങ്ങളുടെ കൂടെ കൂടാൻ വേണ്ടി. സോ ചേസ് യുവർ ഡ്രീംസ്. ഓൾ ദി ബെസ്റ്റ്.